ഹലോ ഗൈസ്, എല്ലാവർക്കും ആലീസ് ഇൻ ബോർഡർലാൻഡിൻ്റെ മൂന്നാമത്തെ സീസണിലെ അവസാന എപ്പിസോഡായ ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാണോ ലാസ്റ്റ് സീസൺ എന്ന ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതിനുള്ള ആൻസർ ഈ എപ്പിസോഡ് ലാസ്റ്റ് നിങ്ങൾ കാത്തിരിപ്പുണ്ട്. അത് ഭയങ്കര വലിയൊരു ട്വിസ്റ്റ് കേട്ടോ. അത് നിങ്ങൾ കാത്തിരുന്ന് കാണുക, അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ആറാമത്തെ എപ്പിസോഡിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ അരിസു നിലവിൽ B4 റൂമിലാണ്, റേ ആവട്ടെ C4 റൂമിലും, ബാക്കിയുള്ള സാച്ചിക്കോ, ഉസാഗി, റിയോജി, നോബു എന്നിവർ B3 റൂമിലായിട്ടാണ് നിലവിലുള്ളത്. B3 റൂമിൽ ഉസാഗി ഡൈസ് റോൾ ചെയ്തിട്ടപ്പോൾ വന്നത് 2-1-1 ആയിരുന്നല്ലോ. 4 പേർക്കേ മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇവർ കുഞ്ഞുൾപ്പെടെ മൊത്തം 5 പേരും ഉണ്ട്. ഒരാൾ സ്റ്റേ ചെയ്യേണ്ടി വരുന്ന ഉറപ്പായി അയാൾ ലോക്കാവുകയും ചെയ്യും. അതേപോലെ 2 വീണ A3 റൂമിൽ ഇവരുടെ കണക്കൂട്ടലനുസരിച്ച് വലിയ മൈനസ് പോയിന്റ് വരുന്ന റൂമാട്ടോ. അങ്ങനെ എല്ലാവരും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ അരിസും നല്ലൊരു പ്ലാനായിട്ട് വരികയാണ്. നിലവിൽ കുഞ്ഞിൻ്റെ പോയിന്റ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് ഉസാഗിക്കാണല്ലോ. അതുകൊണ്ട് അവളും കുഞ്ഞും A3യിലേക്ക് പോകും. അവിടെ ഇപ്പോൾ ഏറ്റവും വലിയ പോയിന്റ് ഡിഡക്ഷൻ വന്നാലും കുഞ്ഞിൻ്റെ പോയിന്റ് ഇതുവരെ യൂസ് ആക്കാത്തത് കൊണ്ട് ഉസാഗിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. സാച്ചിക്കോ അപ്പോൾ സ്വയം മുന്നോട്ട് വന്ന് ഞാൻ സ്റ്റേ ചെയ്തോളാം എന്ന് പറയുകയാണ്. ഞാനല്ലേ മൂത്തത്, കുഴപ്പമില്ല, നിങ്ങളൊക്കെ യൂത്തന്മാരാണ്, എനിക്കിപ്പോൾ എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇനിയും ജീവിതം ഒരുപാട് ബാക്കി കിടക്കുന്നു പുള്ളിക്കാരി പറഞ്ഞിട്ട് സ്വയം സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അരിസു നോബുവിനോട് ഇപ്പോൾ C3യിലേക്ക് കടക്കാൻ പറയുകയാണ്. ഇവർ കളി തുടങ്ങിയ C3യിൽ നിന്നായിരുന്നല്ലോ. അവിടെ പോയിന്റ് റിഡക്ഷൻ ഒന്നുമില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് നോബുവിന് പേടിക്കാനൊന്നുമില്ല കേട്ടോ. ശേഷം അടുത്ത റൗണ്ടിൽ C4ലെത്തി റേയുമായിട്ട് കണ്ടുമുട്ടാനും അരിസു നോബുവിനോട് പറയുകയാണ്. റിയോജി B4ലേക്ക് വന്നു, അരിസുവും യൂണയുമായിട്ട് കണ്ടുമുട്ടും. അങ്ങനെ എല്ലാവരും അരിസുവിൻ്റെ പ്ലാൻ പ്രകാരം എല്ലാവരും നീങ്ങും കേട്ടോ. റിയോജി B4ലേക്ക് കിടക്കുന്നു. അത് -2 പോയിന്റ് വരുന്ന റൂമായിരുന്നല്ലോ. റിയോജി അത് അവൻ്റെ പോയിന്റിൽ നിന്ന് കുറയ്ക്കും കേട്ടോ. നിലവിൽ റിയോജിക്ക് 4ഉം അരിസുവിന് 3ഉം യൂണയ്ക്ക് 11 പോയിന്റാണ് ബാക്കിയുള്ളത്. A3 റൂമിലെത്തിയ ഉസാഗി ഉണ്ടല്ലോ, അവിടെ ടെറ്റ്സ് മരിച്ചെടുക്കുന്നത് കാണും കേട്ടോ. അത് -8 പോയിന്റ് ഡിഡക്റ്റ് ആവുന്ന റൂമായിരുന്നല്ലോ, അവളത് കുഞ്ഞിൻ്റെ പോയിന്റിൽ നിന്ന് കുറയ്ക്കും കേട്ടോ. ഇപ്പോൾ 2 പേർക്കും 7 പോയിന്റ് വീതം ബാക്കിയുണ്ട്. കൂടാതെ അവൾ ടെറ്റ്സ് മരിച്ച കാര്യം എല്ലാവരും അറിയിക്കുക കേട്ടോ. എല്ലാവർക്കും ഇത് കേട്ടിട്ട് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഇത്രയും ഗെയിംസ് വരെ എല്ലാവരും ഒരുമിച്ച് മുന്നേറി വന്നവരായിരുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമമാവും ടെറ്റ്സ് മരിച്ചറിഞ്ഞപ്പോൾ. അടുത്തതായിട്ട് ഇവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി സാച്ചിക്കോയുടെ ലോക്കുമാറ്റിലായിരുന്നു കേട്ടോ. സാച്ചിക്കോ നിലവിൽ B3യിലാണ്, ഉസാഗി A3യിലുണ്ട്, നോബു C3യിലും. 2 പേരും ഈ റൗണ്ടിൽ സ്റ്റേ ചെയ്താൽ മതിയായിരുന്നു സാച്ചിക്കോയുടെ ലോക്ക് മാറ്റാനായിട്ട്. പക്ഷേ നോബുവിന് പോയിന്റ് കുറവാണ്. അതേപോലെ ഉസാഗിക്ക് A3യിൽ വീണ്ടും സ്റ്റേ ചെയ്താൽ വീണ്ടും -8 അടിക്കുമല്ലോ. അപ്പോൾ അവൾക്കവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അവളുടെയിലും കുഞ്ഞിൻ്റെയിലും 7 പോയിൻ്റല്ലേ ബാക്കിയുള്ളൂ. പാതി ഇങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ, ഒരാൾ തന്നെ എടുക്കണം. അപ്പോൾ -8 വന്നു കഴിഞ്ഞാൽ അയാളുടെ പോയിന്റ് 0, അയാൾ മരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സീനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആലോചിച്ച് അരിസു ഒരു വഴി കാണുകയാണ്. റേയെ C4ൽ തന്നെ തുടരുക ഈ റൗണ്ടിൽ. അപ്പോൾ കുഞ്ഞിൻ്റെ വ്രിസ്റ്റ് ബാൻഡ് A2ൽ വയ്ക്കുക. അപ്പോൾ A2വിലും C4ലും ആൾ വന്ന ഡയഗണൽ ലൈൻ ആവുമല്ലോ, നടുക്കുള്ള B3 അൺലോക്ക് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോഴൊരു കുഴപ്പമുണ്ട്, ഉസാഗി A3യിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. കാരണം A2വിൽ നിന്ന് കുഞ്ഞിൻ്റെ വ്രിസ്റ്റ് ബാൻഡ് തിരികെ എടുക്കണമല്ലോ. അരിസു അതിനൊരു വഴി കാണുക കേട്ടോ. അവൻ യൂണയുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. അവളവിടെ കിടന്ന് കരയായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഇവരെ സഹായിക്കാൻ തയ്യാറാവുകയാണ്. പ്ലാൻ ഇതായിരുന്നു. അരിസു, യൂണ, റിയൂജി എന്നിവർ A4ലേക്ക് കടക്കും. ഉസാഗി A2വിൽ എടുക്കാൻ എളുപ്പത്തിന് കുഞ്ഞിൻ്റെ വ്രിസ്റ്റ് ബാൻഡ് വെക്കും. A3യിൽ ഉസാഗി സ്റ്റേ ചെയ്യുകയും ചെയ്യും. അടുത്ത റൗണ്ടിൽ ഡോറ് തുറക്കുമ്പോൾ A2ലേക്ക് കടക്കാതെ A3യിൽ നിന്നുകൊണ്ട് ഉസാഗി കുഞ്ഞിൻ്റെ വ്രിസ്റ്റ് ബാൻഡ് തിരികെ എടുക്കും. ഈ സമയം A4 ഉള്ള യൂണ ഡോറ് A3 തുറക്കുമ്പോൾ ഉണ്ടല്ലോ, ചാടി A3യിലേക്ക് കയറിയിട്ട് ഇവളുടെ പോയിന്റ് ഉപയോഗിച്ച് -8 കുറയ്ക്കും കേട്ടോ. ശേഷം യൂണ, ഉസാഗി, കുഞ്ഞിൻ്റെ വ്രിസ്റ്റ് ബാൻഡ് ഓടി അരിസൊക്കെ നിൽക്കുന്ന A4ലേക്ക് കയറും. ഇതായിരുന്നു പ്ലാൻ കേട്ടോ. അപ്പോൾ A2വിൽ എത്രയും മൈനസ് ഉള്ളതെന്ന് മാത്രമായിരുന്നു ആകെയുള്ളൊരു വെല്ലുവിളി. അങ്ങനെ എല്ലാം പ്ലാൻ വഴി എല്ലാം നടന്നു. പക്ഷേ ചെറിയൊരു പണി കിട്ടി. കുഞ്ഞിൻ്റെ വ്രിസ്റ്റ് ബാൻഡ് A2 റൂമിൽ എടുക്കാൻ പാകത്തിന് വെച്ചു. പക്ഷേ ഡോർ അടഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അത് തട്ടി കുറച്ച് അകലേക്ക് നീങ്ങിപ്പോയിട്ടോ. ഏതായാലും സാച്ചിക്കോ രക്ഷപ്പെട്ടു, അൺലോക്കായി. A2 റൂം -5 ആയിരുന്നു കേട്ടോ. കുഞ്ഞിന് 2 പോയിന്റ് കൂടി ബാക്കിയുള്ളൂ. നോബു C4ലേക്ക് കിടന്ന റേയുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. അരിസു, യൂണ, റിയോജി എന്നിവർ A4ൽ എത്തിയിട്ടോ. അപ്പോൾ അടുത്ത റൗണ്ടിൽ ഡോറ് തുറന്നിട്ട് കുഞ്ഞിൻ്റെ വ്രിസ്റ്റ് ബാൻഡ് എടുക്കാൻ നോക്കിയപ്പോൾ ഉസാഗി ആകെ പെട്ടു. അത് നീങ്ങി കിടക്കുവാണല്ലോ. അവൾ അതിനകത്ത് കയറിയാലും പെടും. -5 വരുന്ന റൂമാണ്. അവൾ കാലുകൊണ്ടൊക്കെ വലിച്ചെടുക്കാൻ നോക്കി. യൂണ ഇതിനിടയിൽ ഉസാഗിയുടെ റൂമിൽ കയറി -8 പോയിൻ്റൊക്കെ കുറച്ചിരുന്നു കേട്ടോ. ഉസാഗിയെ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ വ്രിസ്റ്റ് ബാൻഡ് കാല് ഉപയോഗിച്ച് തട്ടിയെടുത്തു. ഡോർ ഇപ്പം അടയുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് അവൾ ചുമരിലൊരു ഫ്യൂച്ചർ കാണുന്നത് കേട്ടോ.
അരിസു എക്സിറ്റ് ഡോറിൽ ലേസർ അടിച്ച് മരിച്ച് കിടക്കുക കേട്ടോ. അവൾ ഒരു നിമിഷം ഇത് കണ്ട് ആകെ സ്റ്റക്കായി പോവുകയാണ്. അരിസു അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേഗം അങ്ങോട്ടേക്ക് കിടന്ന് ഉസാഗയും കൊണ്ട് ഇവർ റൂമിലേക്ക് ഓടുക കേട്ടോ. ഡോറപ്പം അടഞ്ഞെങ്കിലും റിയൂജി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ വീൽ ചെയർ ഇങ്ങനെ മുന്നോട്ടേക്ക് വെച്ചിട്ട് അതിനിടയിൽ വെച്ചിട്ട് ഇങ്ങനെ തടയുക കേട്ടോ. ഡോർ അടയാണ്ട് തടയുകയാണ്. അപ്പോൾ അരിസും ഉസാഗിയും റിയൂജിക്കും മുകളിലൂടെ ചാടി ഇവരുടെ റൂമിലേക്ക് കിടക്കുക കേട്ടോ. യൂണ വീൽ ചെയർ പുറകോട്ട് വലിച്ച് നമ്മൾ റിയൂജിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഇവരെല്ലാവരും കളിച്ച് അവസാനം A5 റൂമിൽ എല്ലാവരും എത്തിപ്പെടുക കേട്ടോ. ഇവർ വിചാരിച്ച പോലെ തന്നെ എക്സിറ്റ് റൂം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വെറുതെ പോകാൻ പറ്റില്ല, ഇവർ ഡൈസർ റോൾ ചെയ്ത് വീണ്ടും ഇടണം. അപ്പോൾ 8 വീണാലാണ് ഇവർക്കെല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കാരണം ഇവർ 8 പേരുണ്ടല്ലോ, 7 ആറൊക്കെ വീണഞ്ഞ വിഷയമാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അവരൊക്കെ അവസാനം ലേസർ അടിച്ച് മരിക്കും. ഏതായാലും ഒരു റിസ്റ്റ് ബാൻഡും കഴുത്തിലെ കോളറൊക്കെ അഴിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. ഈ റൗണ്ടിൽ സ്റ്റേ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടല്ലോ ലേസർ അടിച്ചവൻ മരിക്കുക കേട്ടോ. അരിസ് തന്നെയാണ് ഡയസ് ഏതായാലും കറക്കിയിടുന്നത്. പക്ഷേ വീണ നമ്പർ 7 പോയിട്ടോ. ആകെ സീനായി. 7 പേർക്ക് അപ്പോൾ എക്സിറ്റ് ഡോർ വഴി പോകാൻ പറ്റുള്ളൂ. ഒരു 8 പേരുണ്ടല്ലോ. പക്ഷേ ആശ്ചര്യപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അരിസ് തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അവൻ റിയൂജയുടെ കയ്യിൽ നിന്ന് ഒരു വാക്ക് മാത്രം വാങ്ങുകയാണ്, ഉസാഗിയെ തിരികെ ഇവർ റിയൽ വേൾഡിൽ സേഫായി എത്തിക്കണമെന്ന്. പക്ഷേ ഉസാഗി ഇതൊന്നും സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. അവൾ അലറിക്കരയുവാണ്. അങ്ങനെ ഡോർ അടയാൻ സമയമായപ്പോൾ അരിസ് എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറയാം കേട്ടോ. എന്നിട്ട് ഉസാഗിയെ പുറത്ത് നിൽക്കുന്നവരെ ഏൽപ്പിച്ച് കൊടുക്കുന്നു. അങ്ങനെ ഡോർ അടയുക കേട്ടോ. അപ്പോൾ ലൈറ്റുകളെല്ലാം അണഞ്ഞ് അരിസുവിന് മുൻപിൽ പുറത്തുള്ള കാഴ്ചകൾ ദൃശ്യമാകും കേട്ടോ. ഇവരെ പുറത്തുള്ള കാഴ്ചകളൊക്കെ അരിസുവിനകത്ത് കാണാൻ പറ്റുവാണ്. ഉസാഗി നിലത്ത് വീണ് കരയും കേട്ടോ. മുമ്പിൽ റിയൂജി ഉണ്ട്. ബാക്കി എല്ലാവരും വിഷമിച്ച് നിൽക്കട്ടെ, കാരണം ഇവർക്ക് അരിസുവിനെ ഉപേക്ഷിച്ച് പോരേണ്ടി വന്നല്ലോ. പെട്ടെന്ന് റിയൂജി എന്താ ചെയ്യണമെന്നറിയോ? അവൻ്റെ പോക്കറ്റിൽ നിന്ന് തോക്കെടുത്തിട്ട് ഉസാഗിക്ക് നേരെ ചൂണ്ടുക കേട്ടോ. ആരും ഇത് കാണുന്നൊന്നുമില്ല. പക്ഷേ അകത്ത് നിൽക്കുന്ന അരിസു ഇത് കണ്ടിട്ട് ആകെ അലറി വിളിക്കുക കേട്ടോ. പക്ഷെ അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. റിയൂജി ഏതായാലും അവളെ കൊല്ലുന്നില്ല കേട്ടോ. അവൻ്റെ മനസ്സൊക്കെ മാറാണ്. അവനതിനെ കഴിഞ്ഞില്ല. അവൻ തോക്ക് വീണ്ടും കോട്ടിനകത്തേക്ക് ഉള്ളിൽ തന്നെ വെക്കുക കേട്ടോ. പെട്ടെന്ന് അരിസുവിൻ്റെ മുറിൽ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുകയാണ്. കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് ജയിക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം ത്യാഗം ചെയ്തു. നിങ്ങൾ നല്ലൊരു ഫ്യൂച്ചറിന് യോഗ്യതയുള്ള ആളാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ റൂമിൽ സ്റ്റേ ചെയ്യുന്നവർ ആരാണോ അവരാണ് വിന്നർ എന്നൊരു അനൗൺസ്മെൻറ്റ് അവിടെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് അരിസു ആകെ കൺഫ്യൂഷനായി നിൽക്കുക കേട്ടോ. പെട്ടെന്ന് സ്ക്രീനിൽ ജോക്കറിൻ്റെ കാർഡ് പ്രത്യക്ഷപ്പെടുകയാണ്. പിന്നല്ല, ഇവർ കളിക്കുന്ന ഗെയിം ആരുടെ? ആ ജോക്കറിൻ്റെ അല്ലേ. ജോക്കർ അങ്ങനെ പെട്ടെന്ന് എല്ലാവരെയും കളി ജയിപ്പിച്ചിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നൈസായിട്ട് എക്സിറ്റ് ആയവർക്കൊരു പണി പുള്ളിയും കൊടുത്തതാണ്. പെട്ടെന്ന് അവിടെ ആകെ മൊത്തം കുലുങ്ങാൻ തുടങ്ങിയിട്ടോ. കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നിലം പതിക്കുകയാണ്. പെട്ടെന്ന് സുനാമി കണക്കെ വെള്ളം ചീറിപ്പാഞ്ഞിട്ട് പുറത്ത് നിൽക്കുന്നവർ നേർക്ക് വരിക കേട്ടോ. എല്ലാവരും വെള്ളത്തിലായി. ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം വന്നത്. അവിടെ എങ്ങനെയൊക്കെ ഇവരിങ്ങനെ തൂങ്ങിപ്പിടിച്ച് കിടക്കുക കേട്ടോ. അരിസ് അവിടെ കിടന്ന് ഒരു ഇരുമ്പ് തകിടെടുത്തിട്ട് നിലത്തിങ്ങനെ ആ ഭൂകമ്പം വന്നപ്പോൾ ഒരു ഇരുമ്പ് തകിടൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നത് അതെടുത്തിട്ട് പുള്ളി സ്ക്രീനിൽ ആഞ്ഞ് കുത്താൻ തുടങ്ങി കേട്ടോ. പെട്ടെന്ന് അവിടെ ദൂരെയായിട്ട് ബാൻഡ് പ്രത്യക്ഷപ്പെടുകയാണ് ഇവനായിട്ട്. അപ്പോൾ ഇവൻ അരിസുവിനോട് പറയുകയാണ്, ബാൻഡ് അരിസുവിനോട് പറയുകയാണ്, കൺഗ്രാജുലേഷൻസ് അരിസു, ഈ വിജയം കൊണ്ട് ഇവിടുത്തെ ഒരു സിറ്റിസണായി മാറുവാൻ നിനക്കൊരവസരം കൈവന്നിരിക്കുകയാണ്. അപ്പോൾ അരിസു ദേഷ്യത്തോടെ പറയുകയാണ്, സിറ്റിസണോ? എനിക്ക് യാതൊരു താല്പര്യവുമില്ല അതിൽ ജോയിൻ ചെയ്യാമെന്ന് പറയുകയാണ്. ബാൻഡ് അപ്പോൾ തുടരുകയാണ്, നീ ഫോളോ ചെയ്തു വന്ന ഉസാഗി ഇപ്പോൾ തന്നെ മരിക്കും. സോ അരിസു, നിനക്ക് ഇവിടെ തന്നെ തുടർന്ന് കുറച്ചുകൂടി ഗെയിംസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തുവരെന്ന് അവൻ ചോദിക്കുകയാണ്. അപ്പോൾ അരിസു ചോദിക്കുവാണ്, ഞാനിവിടെ വന്നിരിക്കുന്നത് നിന്നെ എൻ്റർടൈൻ ചെയ്യിക്കാനാണോ വന്നിരിക്കുന്നത് ചോദിക്കുകയാണ്. എടുത്ത വഴിക്ക് ബാൻഡ് പറയാണ്, അതെ, നിന്നെ ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ബെയ്റ്റ് മാത്രമായിരുന്നു ഉസാഗി എന്ന് പറയാണ്. ഇതുകൂടി കേട്ടതും അവൻ ബാൻഡൊക്കെ നേരെ കയ്യിലിരുന്ന ആ കട്ട ഉപയോഗിച്ചിട്ട് ദേഷ്യത്തോടെ നമ്മുടെ അരിസു കുത്തു കേട്ടോ. ബാൻഡ് ശരിക്കും പറഞ്ഞ സ്ക്രീനിലായിരുന്നേ, അവൻ ഒറിജിനലായിട്ട് വന്നതല്ല. അപ്പോൾ അവനൊന്നും പറ്റുന്നൊന്നുമില്ല, അവൻ അപ്രത്യക്ഷനാവുകയാണ് വേഗം. അങ്ങനെ അടിച്ചടിച്ച അരിസു അവിടെ ഒരു വിള്ളൽ വീഴ്ത്തോട്ടെ ആ സ്ക്രീനില്ലേ. അത് പൊളിച്ച് കളഞ്ഞ് നോക്കുമ്പോൾ പുറത്തേക്ക് എക്സിറ്റ് ഡോർ തുറക്കാനുള്ള ലിവർ അതിനുള്ള അരിസ് കാണുകയാണ്. വളരെ കഷ്ടപ്പെട്ട് കൈ എത്തിച്ച് അരിസു ആ ഡോർ പയ്യെ ഇങ്ങനെ തുറക്കുക കേട്ടോ. ശേഷം അതുവഴി പുറത്ത് കിടന്ന് നോബുവിനെയും സാച്ചിക്കോയും യൂണയൊക്കെ റെയ്യൊക്കെ എല്ലാവരെയും ഇവനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കയറ്റുകയാണ്. ഉസാഗിയും റിയോജിയും വെള്ളത്തിൽ വലിച്ചു പോയി കുറച്ച് നീങ്ങിയ സ്ഥലത്ത് ഇങ്ങനെ പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. ഉസാഗി വീണ്ടും ഒഴുകി പോകുന്നത് കൊണ്ട് അരിസു വേഗം വെള്ളത്തിലേക്ക് എടുത്ത് ചേടുവാണ്. ഇതിനിടയിൽ ബാക്കിയുള്ളവർ അരിസു വന്ന ഡോറിലൂടെ അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. കാരണം അവർക്കവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു സീൻ കാണിക്കുവാണ്. റിയൽ വേൾഡിൽ മയങ്ങിക്കിടക്കുന്ന അരിസുവിനെ നോക്കിയിരിക്കുവാട്ടോ നമ്മുടെ ആൻ. അവിടെ സമയം 2 മിനിറ്റ് ആവുന്നതേ അല്ലേ ഉള്ളൂ. പെട്ടെന്ന് അരിസുവിന് പിന്നിലായിട്ട് നമ്മുടെ ബാൻഡ് പ്രത്യക്ഷപ്പെടുക കേട്ടോ. എന്നിട്ട് അവൻ അരിസുവിൻ്റെ വായയും മൂക്കും പൊത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കുവാണ്. ബോർഡർലാൻഡിലാവട്ടെ വെള്ളത്തിലൂടെ പാഞ്ഞു പോകുമ്പോൾ ഒരു സ്ഥലത്ത് തലയിടിച്ച് ബോധം മറിഞ്ഞ് അരിസു താഴേക്ക് മുങ്ങി പോകുക കേട്ടോ. ഇപ്പറേ ആവട്ടെ ബാൻഡ് അരിസുവിനെ ഞെക്കി കൊന്നുകൊണ്ടിരിക്കുകയാണ് റിയൽ വേൾഡിൽ. പെട്ടെന്ന് ബാൻഡ് നോക്കുമ്പോണ്ടല്ലോ ആൻ ഇവനെ തന്നെ നോക്കിയിരിക്കുക കേട്ടോ. ബാൻഡ് അപ്പോൾ ചോദിക്കുവാണ്,
നിനക്കെന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത്രയും നേരം അവനെ അവിടെ ആർക്കും കാണാൻ പറ്റില്ല എന്ന് കരുതിയാണ് ബാൻഡ് ഇരുന്നത്. പെട്ടെന്ന് ആൻ ചാടി വീണ് ബാൻഡയെ തട്ടി അവിടെ നിന്ന് മാറ്റുക കേട്ടോ. ബാൻഡയെ പിന്നെ അവിടെ കാണിക്കുന്നില്ല. ആൻ മയങ്ങി കിടക്കുന്ന അരിസുവിനെ നോക്കി അരിസു അരിസു വേഗം ഉസാഗിയെ കൂട്ടി വാ, ടൈം ആവാറായി എന്ന് വിളിച്ച് പറയുക കേട്ടോ ആൻ. ഈ വിളി വെള്ളത്തിൽ മുങ്ങിപ്പോയ അരിസുവിൻ്റെ ചെവികളിൽ അങ്ങ് മുഴങ്ങുകയാണ്. അവൻ പെട്ടെന്ന് ബോധം വീണ്ടെടുക്കുന്നു. മുകളിലേക്ക് നീന്തി അരിസു ഒരു സ്ഥലത്ത് പിടിച്ച് കയറുകയാട്ടോ. പെട്ടെന്ന് അവിടെ നിന്ന് ബാൻഡ് പ്രത്യക്ഷപ്പെടുകയാണ് ഇവൻ്റെ മുമ്പിലായിട്ട്. അരിസുവിന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് അവസാനമായി ഞാൻ ചോദിക്കുകയാണ്, ഒരു സിറ്റിസൺ ആവാൻ നീ റെഡിയാണോ? ഇല്ല എന്ന് തന്നെ അരിസു മറുപടി പറയുകയാണ്. എന്നാൽ നീ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കാഞ്ചി വലിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ലേസർ തലയിൽ വീണ് നമ്മുടെ ബാൻഡം മരിക്കുക കേട്ടോ. അരിസുവിനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് തൊപ്പി വെച്ച ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അയാൾ മരിച്ചു കിടക്കുന്ന ബാൻഡയെ നോക്കി പറയുകയാണ്, അവൻ ഈ റോളിന് അർഹനല്ല എന്ന് പറയുകയാണ്. അരിസു തലയുയർത്തി നിങ്ങളാണോ ജോക്കർ എന്ന് ചോദിക്കുന്നു. അയാൾ അതിന് മറുപടി പറയാതെ അരിസുവിനെ ഒരു കാർഡ് ഗെയിം കളിക്കാൻ വിളിക്കുക കേട്ടോ. ആ സമയം അവിടെ ടൈം ഫ്രീസ് ആവുന്നുണ്ട്, ഒന്നും അനങ്ങുന്നില്ല. വെള്ളമൊക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരല്ലാതെ എല്ലാം സ്റ്റക്കായിട്ട് നിൽക്കുക കേട്ടോ. അരിസു എണീറ്റ് കാർഡ് ഗെയിം കളിക്കാനായി അവിടെ ഇരിക്കുകയാണ്. ആ പുള്ളി പറയുകയാണ്, 2 കാർഡ് ടേബിളിൽ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നീ എടുക്കുന്നത് ജോക്കർ കാർഡാണെങ്കിൽ നിൻ്റെ വിധി പിന്നെ തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറയുകയാണ്. അരിസു വലിച്ചെടുക്കുന്ന കാർഡുണ്ടല്ലോ ജോക്കർ കാർഡ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ അയാളെ ഞെട്ടിച്ചുകൊണ്ട് അരിസു ചോദിക്കുകയാണ്, മറ്റേ കാർഡും ജോക്കർ തന്നെയല്ലെന്ന് ചോദിക്കുകയാണ്. സംഭവം ശരിയായിരുന്നു കേട്ടോ, മറ്റേതും ജോക്കർ തന്നെയായിരുന്നു. അപ്പോൾ പുള്ളി പറയുകയാണ്, കൊള്ളാലോ നീ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ തന്നെയെന്ന് പറയുകയാണ്. എന്നാലും നിൻ്റെ വിധി എൻ്റെ കൈകളിലാണ് ഇപ്പോൾ. പക്ഷേ നിനക്ക് ഞാൻ 2 ഓപ്ഷനുകൾ തരാം. അതാണ് ഡെത്ത് എന്ന് പറഞ്ഞ അരിസുവിന് ഒരു വലിയൊരു കാര്യം കാണിച്ചു കൊടുക്കുക കേട്ടോ. അതൊരു വലിയ ഗർത്തമായിരുന്നു കേട്ടോ, ഒരു ചുഴി പോലെ ഒരു ഗർത്തമായിരുന്നു. പുള്ളി പറയുകയാണ്, അതാണ് ഡെത്ത്. ഒന്നില്ലെങ്കിൽ നിനക്ക് ആ ഡെത്ത് തിരഞ്ഞെടുക്കാം, അവിടെ വേദനകളൊന്നുമില്ല, എല്ലാം ശാന്തമാണ്. ഇനി ലൈഫ് തിരഞ്ഞെടുക്കാൻ നിനക്ക് ഓപ്ഷനുണ്ട്, ആ കാണുന്നതാണ് ലൈഫ്. പക്ഷേ അവിടെ ചെന്നാൽ നിൻ്റെ കുഞ്ഞും പെണ്ണൊക്കെ അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ അവിടുത്തെ കഷ്ടപ്പാടും ദുരിതങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എളുപ്പം ഡെത്താണെന്ന് പുള്ളി പറയുകയാണ്. അപ്പോൾ അരിസു വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളല്ലേ ജോക്കർ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അയാൾ പറയുന്നത്, ഞാൻ ലൈഫിനും ഡെത്തിനും ഇടയിലുള്ള ഈ ലോകത്തിലെ ഒരു വാച്ച്മാൻ മാത്രമാണെന്ന് കേട്ടോ. ഇനിയും ഒരുപാട് പേർ ഉടനെ ഇവിടെ വരാനുണ്ട്. ഇത് കേട്ടപ്പോൾ അരിസു കൺഫ്യൂഷൻ ആവുകയാണ്. ഇനിയും ഒരുപാട് പേരോ, എന്താണ് സംഭവിക്കുന്നത്? അയാൾ പറയുകയാണ്, എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ ഇത്തവണ നിങ്ങളെ കഴിഞ്ഞ തവണ ഇവിടെ കൊണ്ടുവന്നതിനേക്കാളും എന്തോ വലുതാണ് വരാൻ പോകുന്നത് പുള്ളി പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ടൈമൊക്കെ കൺഫ്രീസ് ആവുകയാണ്, വെള്ളമൊക്കെ പഴയ പോലെ ആവുകയാണ്. അയാൾ അരിസുവിനോട് വേഗം നിൻ്റെ ഡിസിഷൻ പറയാൻ പറയുന്നു. അവൻ ഉസാഗിയോടൊപ്പം റിയൽ വേൾഡിലേക്ക് പോകാനാണ് തൻ്റെ തീരുമാനമെന്ന് അരിസു ഈ പറഞ്ഞ ആളെ നോക്കി പറയാം കേട്ടോ. അപ്പോൾ അവിടെ ഉസാഗിയുടെ നിലവിളി അരിസു ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അവൻ വേഗം വീണ്ടും വെള്ളത്തിലേക്ക് എടുത്ത് കിടന്നു. അവളുടെ അടുത്തേക്ക് നീന്തി ചെല്ലുമ്പോണ്ടല്ലോ പെട്ടെന്ന് റിയോജി അവളെ കടന്ന് പിടിച്ചിട്ട് 2 പേരും കൂടി ആ ചുഴിയെ ലക്ഷ്യമാക്കി പോകുക കേട്ടോ. ഉസാഗിക്ക് നമ്മുടെ റിയോജിയുടെ കൈ പിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഒരുമിച്ച് മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് പോകാമെന്നാണ് റിയോജി നമ്മുടെ ഉസാഗിയോട് പറയുന്നത്. പെട്ടെന്ന് ആ ചുഴിയിലേക്ക് അടുക്കും തോറും റിയോജിക്ക് അവൻ്റെ സ്റ്റുഡൻറ്റ് മരിച്ച കാര്യമൊക്കെ ഓർമ്മ വരിക കേട്ടോ. അതോർത്തപ്പോൾ അവൻ ഉസാഗിയെ എല്ലാം മനസ്സ് മാറി വിടുകയാണ്. അവൾക്ക് പിടിച്ചു കിടക്കാവുന്ന ഒരു കല്ലിൽ അവളെ എത്തിച്ചിട്ട് റിയോജി ഒറ്റയ്ക്ക് ആ മരണത്തിനപ്പുറമുള്ള ആ ചുഴിയിലേക്ക് പോയി മരിക്കുക കേട്ടോ. അവനെ രക്ഷിക്കാൻ ഇവർക്കാർക്കും കഴിയായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അരിസു അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവർ 2 പേരും കൂടി എങ്ങനെയൊക്കെയോ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ പിടിച്ച് കയറി രക്ഷപ്പെടുകയാണ്. നമ്മുടെ ഉസാഗിക്ക് അപ്പോൾ അവളുടെ അച്ഛൻ്റെ ഓർമ്മ വരിക കേട്ടോ. ഇത്തവണ അവളുടെ അച്ഛൻ അവൾ വരുന്നതിന് മുമ്പേ കൊക്കയിലേക്ക് അടിയ ആത്മഹത്യ ചെയ്യണില്ല, അവളെ കെട്ടിപ്പിടിച്ച് എന്ന് സന്തോഷമായിരിക്കണം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഈ സീനിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ അരിസു ഉസാഗിയും ഓരോരോ കല്ലിലേക്ക് പിടിച്ച് പതുക്കെ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുക കേട്ടോ. ഈ ലൈഫിൻ്റെ സ്ഥാനത്തേക്ക് ഒരു നീങ്ങുവാണ്. അങ്ങനെ ആ സമയം റിയൽ വേൾഡിൽ നമ്മുടെ അരിസ് കണ്ണ് തുറക്കുന്ന സീനായിട്ട് അടുത്തത് കാണിക്കുന്നത്. തൊട്ടടുത്ത് ആൻ ഇരിക്കുന്നുണ്ട്. എത്ര നേരമായി ഞാൻ പോയിട്ട് എന്ന് അവൻ ചോദിക്കുമ്പോൾ ആൻ പറയുന്നു, കറക്റ്റ് 2 മിനിറ്റ്, നീ ജസ്റ്റിനാണ് മരിക്കാതെ രക്ഷപ്പെട്ടതെന്ന് അവൾ പറയുകയാണ്. അരിസു ആനിനോട് നന്ദി പറഞ്ഞിട്ട് ഉസാഗിയെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് ഓടുവാട്ടോ. അവിടെ ചെല്ലുമ്പോൾ അവൾ കണ്ണ് തുറക്കുന്നത് കണ്ട് അരിസുവിന് സന്തോഷമാവുകയാണ്. എന്നാൽ റിയോജി റിയൽ വേൾഡിലും മരിച്ചു വരുന്നു കേട്ടോ. അവൻ അവിടെ മരിച്ചല്ല, അപ്പോൾ ഇവിടെയും മരിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കടന്നുപോയി. അരിസു ഉസാഗി സന്തോഷത്തോടെ വീണ്ടും ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഒരു പേരിടാൻ നല്ല നെയിമൊക്കെ അവർ തപ്പുന്നുണ്ട്. അരിസു ടൈമായപ്പോൾ ജോലിക്ക് പോകാനായി ഇറങ്ങുന്ന ഒരു സീനെ കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഷിബൂയ സിറ്റിയിലെ ആ സീബ്ര ക്രോസ് ആയിരുന്നു കേട്ടോ. വീണ്ടും അവിടെ നമ്മുടെ നോബു അവൻ്റെ അമ്മയുടെ കൂടെ നടന്നു വരിക കേട്ടോ. അവർ 2 പേരും നല്ല ഹാപ്പി ആയിരുന്നു. നോബു ഗ്രാജുവേഷനെ കംപ്ലീറ്റ് ചെയ്തതെന്ന് പുള്ളി പറയുന്നുണ്ട്. അതേപോലെ
യൂണ അവൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ നടന്നു വരിക കേട്ടോ. അവൾ പുതിയൊരു ലൈഫ് ആരംഭിക്കാൻ പോവുകയാണ്. അവർ അവളുടെ ചേട്ടൻ്റെ കുഴിമാടം വിസിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സാച്ചിക്കോ അവളുടെ മകനോടൊപ്പമാണ് നടന്നു വരുന്നത്. അവൾക്ക് നല്ല ഹാപ്പിയാണ്. അവൾക്ക് കിട്ടിയ നല്ല ഫാമിലിയോടൊപ്പം നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ റെയ് അവളുടെ അമ്മയായിട്ട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അവൾക്കൊരു ആനി മൂവിയിൽ അവസരം കിട്ടിയതൊക്കെ അമ്മയുടെ സന്തോഷത്തോടെ അവൾ റെയ് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ അരിസു അവനൊരു ക്ലിനിക്കൽ കൗൺസിലറായാണല്ലോ ജോബ് നോക്കുന്നതല്ലോ. അവൻ ഒരാളെ ഇൻ്റർവ്യൂ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല കേട്ടോ, നമ്മുടെ കുയിനയായിരുന്നു. കുയിനയെ നിങ്ങൾ ഓർക്കേണ്ട ഒരിക്കലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ കുയിനയെ മാത്രമല്ല, ചിഷ്യ, അഗുനി, നിരാഗി, ഹെയ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അരിസു തന്നെയാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. എല്ലാവരും ഇപ്പോഴത്തെ വീട്ടിൽ ഹാപ്പി ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവർക്കാർക്കും അരിസുവിന് ഓർമ്മയുണ്ടായിരുന്നില്ല, ഇവരെ അരിസുവിന് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത സീനിൽ ചെറിയൊരു ഭൂമികുലുക്കാട്ടോ കാണിക്കുന്നത്. അരിസൊക്കെ ടി വി വെച്ച് നോക്കുമ്പോൾ ഇവിടെ മാത്രമല്ല പലയിടങ്ങളിലായിട്ട് ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. അതിതീവ്രമുള്ളതൊന്നുമല്ല, പക്ഷേ 5-ൽ താഴെയുള്ളൂ. സുനാമി മുന്നറിയിപ്പൊന്നും ഇതുവരെ ഇല്ല എന്നല്ല ന്യൂസിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലെ പല പല സ്ഥലങ്ങളിലും ഈ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു കിടിലൻ ടെസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. സിറ്റിയിലൊരു റെസ്റ്റോറൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിന് പിന്നാലെ ക്യാമറ ഇങ്ങനെ പോവുകയാണ്. അവളുടെ മുഖമൊന്നും കാണിക്കുന്നില്ല. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിൽക്കുമ്പോണ്ടല്ലോ അവളുടെ അവളുടെ നെയിം പോക്കറ്റിന് മുകളിലായി നമുക്ക് കാണാം, ആലീസ്. പൊളി. ഇവിടെ വെച്ചിട്ട് നമ്മുടെ 3-ാമത്തെ സീസൺ അവസാനിക്കുകയാണ്. അപ്പോൾ 4-ാമത്തെ സീസൺ ഒന്നും പറയാനില്ല, വരാൻ പോകുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. ആരാണ് ആലീസ്, അല്ലെങ്കിൽ ഇനി ഇവളായിരിക്കും ബോർഡർലാൻഡിൻ്റെ ഓണർ, എന്തൊക്കെ മാറിയ ഗെയിംസ് ആയിരിക്കും അരിസുവിനെയും കൂട്ടരെയും അടുത്ത സീസണിൽ കാത്തിരിക്കുന്നത്. അതേപോലെ അടുത്ത സീസണിൽ ഈ സീസൺ 2-ലെയും സീസൺ 3-ലെയും പ്ലേയേഴ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇതെല്ലാം നമുക്ക് 4-ാമത്തെ സീസണിൽ അറിയാം. ജസ്റ്റ് ഒരു 1-2 വർഷം കൂടി കാത്തിരുന്നാൽ മതിയാവും. അപ്പോൾ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ബൈ.